ഹലോ ഗൈസ്, ഒരു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം ഫിഷ് ലവർ ഓർണമെൻ്റൽ ഫിഷ് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, നമ്മുടെ ഫാമിൽ സെയിലിനായിട്ടുള്ള കുറച്ച് ഗപ്പീസിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. എന്തൊക്കെയാണ് വെറൈറ്റി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള എല്ലാമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ടബിൾ. സെയിലിനുള്ള സെക്ഷൻസ് എല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സെയിലിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു രീതിയാണിത്. ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെയാണ്. ഫുൾ റെഡ് ഫ്ലവർ ഡോസലിൻ്റെ ഗപ്പീസാണ്. ഇമാരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 2 മന്ത് കഴിഞ്ഞൊരു 3 മന്ത്, 2 നും 3 മന്തിനും ഇടയ്ക്കുള്ളൊരു സ്റ്റേജിൽ തന്നെ ഇമാർ ഈ ഒരു സൈസ് എത്തും. അത്യാവശ്യം നല്ലൊരു സൈസ് തന്നെയാണ് ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസലാണ് വരുന്നത്. ഫീമെയിൽസിനും മെയിൽസിനും നല്ല തിക്കായിട്ടുള്ള ഡോസലാണ് വരുന്നത്. ഒരു ഫീമെയിലിനെ കാണിച്ചത് വെറും ഫസ്റ്റ് ബ്രീഡിങ് ആയിട്ടില്ല, അതിൻ്റെ ഒരു സെക്ഷൻ ആയതേ ഉള്ളൂ. നമ്മൾ മെയിലിനെയും ഫീമെയിലിനെല്ലാം ഒരുമിച്ചിട്ട് ഒരു സ്റ്റേജ് ആയതേ ഉള്ളൂ. ചാടിക്കളഞ്ഞു. ഇതാണ് ആ ഒരു ഫീമെയിലിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും. നല്ല രീതിക്ക് ഡോർസൽ ഇറങ്ങി വരുന്ന ഒരു ഗപ്പീസാണ്. ഇത് കഴിഞ്ഞ് അടുത്തതാണ് നമ്മുടെ ഡാർക്ക് നൈറ്റിൻ്റെ കോളി ഡോസൽ. ഇവന്മാരുടെ സെയിം പ്രത്യേകത തന്നെയാണ്. ഫീമെയിലിനും മെയിലിനും നല്ല രീതിയിൽ ഡോർസൽ തന്നെ ഇറങ്ങിയത്. കോളി ഡോസൽ എന്ന് പറയുന്നത് നല്ല ജൂനിയർ സ്റ്റേജാണ്. ഇത് അവൈലബിൾ കിട്ടാറില്ല കേട്ടോ, നല്ല സ്പീഡാണ് കിട്ടാൻ. ഇതാണ് എൻ്റെ മെയിൽസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല തിക്നെസ്സും എല്ലാം ഉള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ചില്ലി മൊസൈക്ക് കുറേ നാളായിട്ട് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു ലൈൻ എടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്താണ്. ഇതാണ് ചില്ലി മൊസൈക്ക് ഇരിക്കുന്നത്. വെട്ടത്തിൻ്റെ അഭാവത്തിൽ വലിയ രസമില്ലായിരുന്നു, പക്ഷേ കുറച്ച് സൂര്യൻ്റെ വെട്ടമൊക്കെ അടിച്ചും നല്ല രസമുണ്ട്. നല്ല പ്രിൻറ്റും നല്ല ഡാർക്കായിട്ടുള്ള ഇയറും വരുന്നതാണ്. ഇവന്മാര് ഒരു 3 മന്തിൻ്റെ സൈസാണ്. ഈ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് സെയിലുള്ളത്. ഒന്നും ഒരുപാടൊന്നുമില്ല, എല്ലാം കുറച്ച് മാത്രം. ഇത് നമ്മുടെ ഷോർട്ട് ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിയുടെ എന്തൊരു കോഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴി ടെക്സിഡോ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ബലൂൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവന്മാരുടെ ഷോർട്ടാണ്. നല്ല ചാട്ടമൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് കിട്ടാത്തത്. കൈയുടെ നെല്ല് തന്നെ അടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഇതാണ് ഷോർട്ട് ബോഡി. കോയി ടെക്സിഡോയുടെ ഷോർട്ട് ബോഡി. അവന്മാരെ ഫീമെയിലിനെ കാണിച്ചു തരാം. ഫീമെയിൽ ഇതേപോലെ തന്നെ വളരെ ചെറുതാണ്, ഒരു 1 ഇഞ്ച് സൈസ് തികച്ചില്ല. ഇത് കുട്ടികളായതുകൊണ്ടല്ല അവന്മാരിങ്ങനെയാണ് കേട്ടോ. ഷോർട്ട് ബോഡി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ബോഡി ആയിരിക്കും. 1 ഇഞ്ച് നമുക്കറിയാം, നമ്മുടെ കൈയുടെ ഈ ഒരു വരെയാണ് 1 ഇഞ്ചായിട്ട് കൂട്ടുന്നത്. അതിലും ചെറുതായിരിക്കും. അടുത്തൊരു ഐറ്റമാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം എൻ്റെ നമ്മുടെ മോസ്കോ ഗ്രീൻ്റെ നല്ല അത്യാവശ്യം ഇതാണ് മോസ്കോ ഗ്രീൻ. ഒരെണ്ണം ചാടിപ്പോയി, ഒരെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട്. സൺലൈറ്റ് തന്നെ ഇതാണ് ഒരു ലൈറ്റ് വരുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്താണ് ഇത് എമറാൾഡ് ഗ്രീനൊക്കെ അറിയാലോ, ആ ഒരു ഇതല്ല. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഷെയ്ഡുള്ള മോസ്കോ ഗ്രീൻ. ഓക്കെ, ഇല്ല അവിടെ ഫുൾ ഗോൾഡ് കാണുമായിരിക്കും. അതിന് വീഡിയോയിൽ കിട്ടിയ ഭാഗ്യം ഇത് തന്നെയാണ് നമ്മുടെ ഫുൾ ഗോൾഡ്. യെസ്, കിട്ടിയിട്ടുണ്ട്. ഫുൾ ഗോൾഡാണ്. പിന്നെ ഇവിടെയുള്ള ടാങ്കുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാണാൻ പറ്റുമോ എന്നറിയില്ല, കിട്ടൂല. നമ്മുടെ ഓസ്കാറിൻ്റെ കുട്ടികളാണ്. ഇവിടെ നമ്മുടെ കാർപ്പാണ്, വെയിൽറ്റെയിലൊക്കെയാണ്. അന്നേരം ഒന്നും കിട്ടാറില്ല, ലൈറ്റിൻ്റെ അഭാവം പോലും അതൊന്നും കിട്ടാറില്ല നമ്മുടെ ഓസ്കാർ കുട്ടികൾ. ഇതിനകത്തുണ്ട് ഗൈസ്, പക്ഷേ ഇരുട്ടായതൊന്നും കാണാക്കില്ല. ഇത് നമ്മുടെ കബൂട്ടോ കോയാണ്. വേറൊരു അടിപൊളി വിഷ്വൽ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏഞ്ചൽസ് ടെട്രാസ്. സ്പീഡ് കൊടുത്തത് കൊണ്ട് തന്നെ ആരും വന്നിട്ടില്ല ആ ഒരു പരിപാടി. ഏഞ്ചൽ ആൻഡ് ടെട്രാസ്. ഓക്കെ, പിന്നെയുള്ള ഗപ്പീസിൻ്റെ കാണിച്ചു തരാം. നമ്മുടെ മെറ്റലിൻ്റെ ബ്ലൂ ആണ്. ഇതെല്ലാം ഫാമിംഗ് എല്ലാം ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ബാക്കി വീഡിയോസ് കണ്ടവർക്കും അറിയാം. ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്ക്, മെറ്റൽ ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഓക്കെ, ഇതെല്ലാം സാമ്പിൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഫാമിൽ ഡയറക്റ്റ് വരുന്നവർക്ക് സെല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടേക്കണം. ഇത് നമ്മുടെ വൈറ്റ് ടെയിൽ പിങ്ക്. ഓക്കെ, പിന്നെ നമ്മുടെ അറിയാമല്ലേ എന്നും എപ്പോഴും എവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലൂ പാൻഡ. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫിഷ് എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്. ബ്ലൂ പാൻഡയുടെ ഡംബോയറാണ്. ഒരു മെയിലിനെയും കൂടി പിടിച്ച് കാണിക്കാം എന്ന് വിചാരിച്ചു, പക്ഷേ നടന്ന് ഓക്കെ കിട്ടി. ഗൈസ് ഇതാണ് നമ്മുടെ ബ്ലൂ പാൻഡയാണ്. ബ്ലൂ പാൻഡ
ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തായ്ലാൻഡുകാരുടെ സ്വന്തം ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് ഒന്നുമില്ലാതായിപ്പോയി ഐറ്റമാണ്. നമ്മുടെ ബോട്ടം എല്ലർ എമറാൾഡിൻ്റെ ബോട്ടം എല്ലറാണ്. അവരുടെ ഭയങ്കര മാർക്കറ്റായിട്ടുള്ള ഐറ്റമാണ്. അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അത് വളരെ തുച്ഛമായ റേറ്റിലാണ് അത് സെയിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മോസ്കോ ഗ്രീൻ ഉണ്ട്. കിട്ടിയാണ് കാണിക്കുക. ഇത് തന്നെ ഇതാണ് മോസ്കോ ഗ്രീൻ. ഇമാറുപത്തി എന്ന ഷെഡ് ഒരു ബ്ലൂ ക്യാപ്പ് വരും. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയിൽ അതിൻ്റെ ഫോക്കസ് കിട്ടാറില്ല. അതുകൊണ്ട് ഞാനത് വേറൊരു വ്യൂ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ മോസ്കോ ബ്ലൂ. അടുത്ത് നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഐറ്റം. ഗൈസ് സൂര്യൻ കഴിച്ചു ഗൈസ് പോയിരിക്കുന്നു. സൂര്യൻ പ്ലേസ് പെട്ടെന്ന് വരും. ഇതാണ് നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൻ്റെയാണ്. സൂര്യൻ വിലയെടുത്ത് കാരണം വെച്ചാൽ ലൈറ്റ് ഇച്ചിരി കുറവാണ്. വരും ചാടിക്കളയും, ഞാൻ വിട്ടുതരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൺ. അത്യാവശ്യം ഡംബോയറൊക്കെ വരുന്നത് ടൈപ്പാണ്. ട്രെയിനിങ് സെക്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താ അപ്പുറത്തെ സൈഡിൽ കുറച്ചുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പഫർ ഫിഷാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്നെയിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാരെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ കയറി നോക്കൂ, വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ പണി ഉണ്ടാവും, എങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ചുമ്മാ മീനൊക്കെ കാണാമല്ലോ, കയറി നോക്കൂ ഗൈസ്. നൈറ്റ് ഡ്രാഗൻ്റെ സൈസായ ഇതാണ് അവന്മാരുടെ സൈസ്. അത്യാവശ്യം നല്ല ഡോസലും നല്ല ബോഡി തിക്നെസ്സും ആയിട്ടുള്ള സൈസാണ് ഈ നൈറ്റ് ഡ്രാഗൺ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജൂനിയർ സൈസും ഉണ്ട്, അതായത് അഡൽട്ട് സൈസും ഉണ്ട്. ഏത് സൈസ് വേണം എന്നുള്ള രീതി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു ഫീമെയിലിനെ പിടിച്ചാണിച്ചാൽ അന്നേരം നിങ്ങൾക്ക് എൻ്റെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇതാണ് എൻ്റെ ഫീമെയിലിൻ്റെ ഡോർസിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡോർസിലാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇനി വേറൊരു അഡർ ഐറ്റം ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പ്ലാറ്റിനം കോയിൻ വരും. ഈ പിടിക്കാൻ ചെല്ലുമ്പോൾ കൊടുക്കുന്നത് ജാട ചെയ്യുകൊണ്ട് ആരെയും കിട്ടാറില്ല. കിട്ടിയാൽ കടിച്ചില്ല, സമയം എടുക്കും കേട്ടോ ഗൈസ്. ഒരു പ്രൊഫഷണൽ ടച്ചിലൊക്കെ വീട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഇങ്ങനെ ആയി പോയി സംസാരം, അതുകൊണ്ടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പ്ലാറ്റിനം കോയിയാണ്. പ്ലാറ്റിനം കോയി ഡംബോയറിൻ്റെയാണ്. ഇതാണ് ചാടി തിരിച്ചു പോയിട്ടുണ്ട്, അവിടെ തന്നെ വീണിട്ടുണ്ട്. സേഫാണ് ഗൈസ്, പേടിക്കണ്ട. ഓക്കെ, അവന്മാർ കുറച്ച് പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. 100% പറയാം, ഇന്ന് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ പ്ലാറ്റിനം ഡംബോയുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗപ്പീസാണ്. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഗൈസ്. സൂര്യൻ്റെ വെട്ടമില്ലാത്തത് കൊണ്ട് ക്യാമറ ആക്ഷൻ ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉള്ള വെട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ഇതാണ് ഗൈസ് വരുന്നത്. ഇതൊരു 3 മന്തിൻ്റെ സ്റ്റേജാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഡോർസിൽ ഒരിക്കലും ചുരുങ്ങിയും പോയിട്ടില്ല. നല്ല ബോഡി തിക്നെസ്സും നല്ല പ്ലാറ്റിനം കളറും കയറിയതാണ്. ഇതൊന്നും ഇവിടുത്തെ ബ്രൂഡ് സ്റ്റോക്ക് അല്ല, സെയിലിനുള്ള സൈസാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കുറച്ചുള്ള കേട്ടോ, 1 2 3 4 5 6 8 പേർ കൂടി കാണും. ഇതൊന്നും കിട്ടാറില്ല ഗൈസ്. വലയെടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കയ്യിൽ വരുന്നവരെ കാണിച്ചാൽ എന്നുള്ള രീതിയാണ് ഇതാണ് ഗൈസ്. ഇപ്പോൾ തന്നെ ചാടിപ്പോവും, പെട്ടെന്നുണ്ടോ കുറച്ചേരി കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാറ്റിനം ഡംബോയർ. ലോങ് ബോഡിയാണ്, ഷോർട്ട് ബോഡി അല്ല ഗൈസ്. ഇവിടെ ചെയ്തേക്കുന്നത് കിട്ടുന്ന കുട്ടികളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഗപ്പി ഗ്രാസ് ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ കുറച്ച് പ്ലാൻസും നമ്മുടെ ഈ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടുന്നവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, അങ്ങനെ അധികം കാര്യങ്ങളൊന്നുമില്ല. ഇത് വെറും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. ചുമ്മാ ഇരുന്നപ്പോൾ ഇന്ന് പണിക്ക് പോയില്ല കേട്ടോ, അതുകൊണ്ട് ചുമ്മാ ഇരുന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണ്ടുന്നവർ എന്ന് വെച്ചാൽ ഫിഷിനെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമൊക്കെ അറിയാൻ മതി. ദയവ് ചെയ്ത് വിളിച്ച് ഉപദ്രവിക്കില്ല, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.